ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഹൃദയം എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. ഹൃദയം കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഹൃദയമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഹൃദയം ഇപ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായാണ് ഒരു ജില്ലാതല സർക്കാർ ആശുപത്രിയിൽ ഇത്രയും സങ്കീർണമായ ഒരു നടപടിക്രമം നടത്തിയിരിക്കുന്നത്. ഹൃദയം ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത്. വലിയ ജനക്കൂട്ടം തന്നെ അവിടെയുണ്ട്. ജനിതക ഹൃദയരോഗമായി മല്ലിടുന്ന നേപ്പാൾ സ്വദേശിയായ 21 വയസ്സുള്ള ദുർഗ കാമിക്കാണിപ്പോൾ ഹൃദയം വയ്ക്കുന്നത്. ഹൃദയമാറ്റ ശസ്ത്രക്രിയയുടെ ചരിത്രം കുറിക്കുകയാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ. സംസ്ഥാനത്തെ സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയായി നടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഹൃദയം ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. വലിയ ജനത്തിരക്ക് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. വാഹന അപകടത്തിൽ മരിച്ച കൊല്ലം സ്വദേശി ഷിബുവിൻ്റെ ഹൃദയമാണ് മാറ്റിവെക്കുന്നത്. നേപ്പാൾ സ്വദേശി ദുർഗയ്ക്കാണ് ഇപ്പോൾ മാറ്റിവെക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും എയർ ആംബുലൻസിലാണ് ഹൃദയം എത്തിച്ചിരിക്കുന്നത്. വലിയ ജനക്കൂട്ടം തന്നെയാണ് ഇപ്പോൾ ആശുപത്രിയിലൊട്ടാകെ. ഇതാദ്യമായിട്ട് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ചരിത്രം കുറിക്കുകയാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ. സംസ്ഥാനത്തെ സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ശസ്ത്രക്രിയയിലേക്ക് നടക്കുകയാണ്. കാർഡിയോതെറാസിക് സർജൻ ഡോക്ടർ ജോർജ് വള്ളുവിൻ്റെ നേതൃത്വത്തിലായിരിക്കും ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയകളൊക്കെ നടത്തുക. ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പോൾ തോമസിൻ്റെ പരിചരണത്തിലാണ് ഇപ്പോൾ ദുർഗ. മുഴുവൻ ടീമും ഇപ്പോൾ സജ്ജമായിട്ടുണ്ട്. ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ചരിത്രം കുറിക്കുകയാണ് എറണാകുളം ജനറൽ ആശുപത്രി. സംസ്ഥാനത്തെ സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. കൊല്ലം സ്വദേശി ഷിബു, വാഹനാപകടത്തിൽ മരിച്ച ഷിബുവിൻ്റെ ഹൃദയമാണ് ഇപ്പോൾ മാറ്റിവെക്കുന്നത്. നേപ്പാൾ സ്വദേശി ദുർഗയ്ക്കാണ് മാറ്റിവെക്കുന്നത്. എല്ലാ ടീമും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഓണാണോ? വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നുണ്ട്. വിനയ, ഹൃദയമാറ്റ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഹൃദയം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണമ, കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണെന്ന് തന്നെ പറയാൻ സാധിക്കും. രാവിലെ മുതലുള്ള കാത്തിരിപ്പാണ്. നേപ്പാൾ സ്വദേശിയുടെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കാത്തിരിക്കുന്ന കാര്യമാണ് ഈ ഹൃദയം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് നോക്കി. അതിനാണിപ്പോൾ വിരാമമായിരിക്കുന്നത്. 2:55 ഹെലിപാഡിലെത്തി. ഹെലിപാഡിൽ നിന്നും പിന്നീട് 4 മിനിറ്റ് കൊണ്ടാണ്
എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം ജനത്തിരക്കായിരുന്നു ഈ ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്, ചരിത്ര നിമിഷം കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ഈ രാജ്യത്തെ തന്നെ ആദ്യമായിട്ടാണ് ഒരു ജനറൽ ആശുപത്രിയിൽ ഇത്തരത്തിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണുന്നതിന് വേണ്ടി, ആ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി തന്നെ നിരവധിയായിട്ടുള്ള ആളുകളായിരുന്നു ജനറൽ ആശുപത്രി പരിസരത്തടക്കം തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നത്. രാവിലെ മുതൽ തന്നെ നമ്മളും ഇവിടെ തന്നെ തടിച്ചുകൂടി നിൽക്കുന്നതായിരുന്നു. നമ്മളോട് ഓരോരുത്തരും വന്ന് ചോദിക്കുന്ന കാര്യം ഇവിടെ എന്താണ് നടക്കുന്നതെന്നായിരുന്നു. അത്രത്തോളം ആളുകളായിരുന്നു ഈ ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടി ജനറൽ ആശുപത്രി പരിസരത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവിൻ്റെ ഹൃദയമാണ് ഇവിടെ നേപ്പാൾ സ്വദേശിക്കായി നൽകുന്നത്. എയർ ആംബുലൻസിലാണ് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം എറണാകുളത്തേക്ക് തിരിക്കുന്നു, അതിനുശേഷം ഹയാത്ത് ഹെലിപാഡിൽ ഇറക്കുന്നു. അതിനുശേഷമാണ് വെറും 4 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു ജനറൽ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത്രത്തോളം പോലീസാണെങ്കിലും വലിയ രീതിയിൽ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ നടത്തുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കൂടാതെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 4 മിനിറ്റ് മാത്രമുള്ളെങ്കിലും അത്രത്തോളം ഗതാഗത നിയന്ത്രണങ്ങളടക്കം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പോലീസാണെങ്കിലും അത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള ഒരു സഹകരണം തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ പോലീസ് ജീപ്പാണ് പ്രധാനമായും ഈ ഒരു ആംബുലൻസിന് മുന്നോട്ടടക്കം തന്നെ എത്തിയിട്ടുണ്ട്. അത്രത്തോളം സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഹൃദയം കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റൊരു ഹൃദയപൂർവ്വമായിട്ടുള്ള യാത്രയ്ക്കായിരുന്നു സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് ഈ ചുറ്റും കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ആംബുലൻസ് ആണെങ്കിലും ഹൃദയമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഹൃദയം എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർമാരും എല്ലാ മെഡിക്കൽ സംഘവും ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ്. വലിയ ജനക്കൂട്ടമാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കാണാൻ കഴിയുക. ചരിത്ര നിമിഷത്തിനായിരുന്നു സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു യാത്ര? ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. നമ്മൾ ഈ ഒരു ഇതിൽ പങ്കുചേരാൻ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളൊരു ഭാഗമായതിനാണ് ഇവിടെ നമ്മുടെ ഡ്രൈവർമാർക്ക് സന്തോഷം. പിന്നെ ഞങ്ങളൊരു 5 ഡ്രൈവർമാരടങ്ങുന്ന സംഘമായിട്ടാണ് ഞങ്ങളിവിടുന്ന് 2 ആംബുലൻസിൽ പോയത്. ഈ വാഹനത്തിൻ്റെ അകത്തായിരുന്നു ഹൃദയം ഉണ്ടായിരുന്നത്. ഇതിൽ 2 ഡോക്ടേഴ്സുമാരുണ്ടായിരുന്നു, അവരുടെ കയ്യിലായിരുന്നു ഹൃദയം. പിന്നെ നമുക്കൊരു 4 മിനിറ്റ് കൊണ്ട് ഓടിയെത്താൻ സാധിച്ചു. അത് റോഡൊക്കെ എല്ലാം ക്ലിയറാണ്. ജനങ്ങളും പോലീസുകാരും നമുക്ക് സഹകരിച്ചത് കൊണ്ട് മാത്രമാണ് ഒരു 4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓടിയെത്താൻ സാധിച്ചത്. ഒരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു. പ്രധാനമായും രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നത്. മറ്റൊരു കാര്യം, അതിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. അതെ, നമുക്ക് അതിന്റെ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളോടുള്ള ഡ്രൈവർമാരിപ്പോൾ രാവിലെ മുതൽ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ അതിന്റെ ഒരു ഭാഗമാകണം എന്നുള്ളത് തന്നെയാണ് നമ്മളെ ആവശ്യം ഉണ്ടായിരുന്നത്. ചേട്ടന്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് സുൽഫിക്കർ. 4 മിനിറ്റ് കൊണ്ടാണ് നമ്മളിവിടെ എത്തിയത്. നസീറാണ് ഓടിച്ചത് വാഹനം. ഞാൻ സ്പെയർ ഡ്രൈവറുമാണ്. ഞങ്ങളിവിടെ വണ്ടിയിലിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഡ്രൈവിംഗ്? കുഴപ്പമില്ലായിരുന്നു. എനിക്ക് റോഡ് നല്ല ക്ലിയർ ആയിരുന്നു, അതുകൊണ്ട് വളരെ മാക്സിമം സ്പീഡിൽ എടുക്കാൻ പറ്റിയായിരുന്നു. ചേട്ടന്റെ കയ്യിലായിരുന്നു പൂർണ്ണമായും ഈ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയന്റെ ഒരു ഉത്തരവാദിത്തം എന്ന് തന്നെ പറയാൻ സാധിക്കും. ട്രാൻസ്പോർട്ടിങ് ഞങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. അത് ഞങ്ങൾ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നുള്ള സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. ഇതാദ്യമായാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. ഹൃദയം ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. നേപ്പാൾ സ്വദേശിനിയായ 21 വയസ്സുള്ള ദുർഗാകാമിക്കാണ് ഇപ്പോൾ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത്. റോഡ് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിൻ്റെ ഹൃദയമാണ് ഇപ്പോൾ നൽകുന്നത്. ഇതൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. ഇപ്പോൾ ആംബുലൻസ് ഓടിച്ച ഡ്രൈവർ സംസാരിച്ചതാണ് നമ്മളിപ്പോൾ കണ്ടത്. ആശുപത്രിയാകെ വലിയ ജനക്കൂട്ടം തന്നെയാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്.
കാർഡിയോതൊറാസിക് സർജൻ ഡോക്ടർ ജോർജ് വള്ളൂരിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. എല്ലാ മെഡിക്കൽ ടീമും ഇപ്പോൾ ആശുപത്രിയിൽ സജ്ജമാണ്. ആശുപത്രിക്ക് മാത്രമല്ല, പൊതുജനാരോഗ്യ സംവിധാനത്തിന് തന്നെ വലിയൊരു അഭിമാന നിമിഷമാണിപ്പോൾ. അവിടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആദ്യമായാണ് ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത്. നേപ്പാൾ സ്വദേശിനിയായ 21 വയസ്സുള്ള ദുർഗ കാമിക്കാണ് ശസ്ത്രക്രിയ നടത്തുന്നത്. വിവരങ്ങൾ നൽകാൻ വിനയരാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനയ, ശസ്ത്രക്രിയ എപ്പോഴേക്കായിരിക്കും തുടങ്ങുക? എല്ലാ മെഡിക്കൽ സംഘവും ഇപ്പോൾ സജ്ജമാണോ? വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, എന്തായാലും ഈ ഹൃദയം എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിയ മുതൽ തന്നെ ഈ ശസ്ത്രക്രിയകളിലെ ഒരുക്കങ്ങളടക്കം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അധികൃതരടക്കം വ്യക്തമാക്കുന്നത്. പ്രധാനമായും 4 മണിക്കൂർ കൊണ്ട് ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ തന്നെയാണ് ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചതാണെങ്കിൽ ഈ ആംബുലൻസ് ഡ്രൈവർ അടക്കമായിരുന്നു. അതിൽ പ്രധാനമായും 4 മിനിറ്റ് എടുത്തു. പിന്നെ നമ്മുടെ ഫ്രണ്ടിലുണ്ട പൈലറ്റ് വാഹനവും വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതെ, ഇങ്ങനെ ഒരു ഇത് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ ആരോഗ്യവകുപ്പിൽ ജോയിൻ ചെയ്തിട്ട് 14 വർഷമായി. ജനറൽ ഹോസ്പിറ്റലിൽ 3.5 വർഷമായി. ഇത് ഇങ്ങനെ ഒരു ഓർഗൻ നമ്മൾ ട്രാൻസ്പോർട്ടിങ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും നമുക്ക് ഒരു സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു. നമ്മുടെ സ്ഥിരം ജോബാണല്ലോ. ഞാൻ VIP ഡ്യൂട്ടികൾ ഓടുന്നതാണ്. ആ ഒരു ഇതുണ്ട്, കൃത്യമായി ഉണ്ടായിരുന്നു. പോലീസ് നല്ല വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എടുത്തു പറയാൻ പറ്റിയത് നമ്മളിവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടും പോലീസും ACP സാർ അവിടെ വന്നിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് അതിനുള്ള ധൈര്യം തന്ന് സപ്പോർട്ടും തന്ന് റോഡ് ഫ്രീ ആണ്, നിങ്ങളൊന്നും പേടിക്കേണ്ട, വാഹനവും ആ ഹൃദയവും ഹോസ്പിറ്റലിലെത്തുക, അത് മാത്രമുള്ള അവർ തന്നതായിരിക്കും. പൈലറ്റ് വണ്ടിക്ക് പോലും എന്തെങ്കിലും ഒരു വേഗത കുറഞ്ഞാൽ നിങ്ങൾ അതിനെ മറികടന്ന് പോയിക്കോ, അതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ടെന്ന് CI പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ നസീർ. സുൽഫിക്കർ. ഈ ആംബുലൻസ് ഓടിച്ച ഡ്രൈവർമാരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം സന്തോഷത്തിലാണ് അവരുമുള്ളത്. ഏകദേശം ഈ ഹയാത്ത് ഹെലിപാഡിൽ ഇറങ്ങി 4 മിനിറ്റ് കൊണ്ടാണ് ഈ ഹൃദയം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഇവർ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ നമ്മൾ പറഞ്ഞതായിരുന്നു, പോലീസിന്റെ നേതൃത്വത്തിലാണെങ്കിലും ഈ ഗതാഗത നിയന്ത്രണമാർക്കും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം നിയന്ത്രണങ്ങളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഈ ആംബുലൻസ് ഡ്രൈവർ പറയുന്നത് പ്രധാനമായും ഈ മറ്റു വാഹനങ്ങൾക്ക് വേഗത കുറഞ്ഞാലും നിങ്ങളത് കാര്യമാക്കേണ്ടതില്ല, നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു ചരിത്ര നിമിഷത്തിന് തന്നെയാണ് എറണാകുളം ജനറൽ ആശുപത്രി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നേപ്പാൾ സ്വദേശിയായിട്ടുള്ള ദുർഗ, 21 വയസ്സ്, കഴിഞ്ഞ 9 മാസത്തോളമായി ഈ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവിൻ്റെ ഹൃദയം അത് ഈ 21-കാരിക്ക് നേപ്പാൾ സ്വദേശിക്ക് നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഈ കേന്ദ്ര നിയമങ്ങളടക്കം ആദ്യം ഒരു തടസ്സമായി മുന്നിലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്നും ഒരു അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു ജനറൽ ആശുപത്രി, സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നതെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. രാവിലെ മുതൽ തന്നെ ഈ ദുർഗ മാത്രമല്ല, ദുർഗയോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോ മാത്രമല്ല, ഈ ചുറ്റും കാണുന്ന ആളുകളടക്കം തന്നെ കാത്തിരുന്നതും ഈ ഒരു ചരിത്ര നിമിഷത്തിന് വേണ്ടി തന്നെയായിരുന്നു. അരുണിമ. ശരി, വ്യക്തമാണ് വിനയ. എറണാകുളം ജനറൽ ആശുപത്രിയെ സംബന്ധിച്ച് ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഇതാദ്യമായിട്ടാണ് ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ എറണാകുളം ആശുപത്രിയിൽ നടക്കുന്നത്. ഇപ്പോൾ 21-കാരിയായ ദുർഗയ്ക്കാണ് ശസ്ത്രക്രിയ നടത്തുന്നത്. എല്ലാ മെഡിക്കൽ സംഘങ്ങളും അവിടെ തയ്യാറായി കഴിഞ്ഞു. വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്.